മാറും പുന്നാരം കാലത്തുണരും നേരം. അരക്കുപറമ്പ് ദേശത്തിൻ്റെ അക്ഷര വഴിത്താരയിൽ ഒരു തലമുറയ്ക്ക് അറിവിൻ വെളിച്ചം പകർന്നു നൽകിയ നായാട്ടുതൊടി സ്കൂൾ എന്നറിയപ്പെടുന്ന അരക്കുപറമ്പ് GLP സ്കൂൾ 100ാം വാർഷികാഘോഷങ്ങളുടെ സമാപന വേളയിലാണ്. മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ സബ് ജില്ലയിലെ താഴേക്കോട് പഞ്ചായത്തിൽ 7ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ വിദ്യാലയം സബ് ജില്ലയിലെ തന്നെ മികച്ച വിദ്യാലയമാണ്. പ്രശസ്തിയുടെ നെറുകയിൽ നിൽക്കുന്ന ഈ മികവിൻ്റെ കേന്ദ്രത്തിൽ LKG മുതൽ 4 വരെ ക്ലാസ്സുകളിലായി 235 കുട്ടികളും 14 ജീവനക്കാരും ഉണ്ട്. അക്കാദമിക മികവിൽ എന്നും ഒരു പടി മുമ്പിലാണ് ഈ വിദ്യാലയം. നാടിൻ്റെ ചരിത്രത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഭാഗമായിരുന്ന ഗുരു ശ്രേഷ്ഠർക്കും സർവോപരി എന്നും കൂടെ നിന്ന് കരുത്ത് പകരുന്ന നല്ലവരായ നാട്ടുകാർക്ക് മുന്നിൽ വിദ്യാലയത്തിൻ്റെ 2024-25 അക്കാദമിക വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് സവിനയം സമർപ്പിക്കട്ടെ. ജൂൺ 3 തിങ്കളാഴ്ച വിദ്യാലയത്തിലെ കുരുന്നുകൾ അവതരിപ്പിച്ച മനോഹരമായ നൃത്തശില്പത്തോടെ ഈ വർഷത്തെ പ്രവേശനോത്സവം നടന്നു. താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഷിജില ദിലീപ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ കലാപരിപാടികളും മധുരവിതരണവും ഉണ്ടായി. ജൂൺ 4 1ാം ക്ലാസ്സിലെ രക്ഷിതാക്കൾക്കായി ഒരുക്കം എന്ന പേരിൽ ഗണിത ശില്പശാലയും CPTAയും നടത്തി. അധ്യാപകരായ ശ്രുതി, ബിബിൻ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിനായി ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചു. അന്നേ ദിവസം പ്രീ പ്രൈമറി പുഷ്പഫല സസ്യ ഔഷധോദ്യാനത്തിൻ്റെ നിർമ്മാണോദ്ഘാടനവും നടന്നു. പെരിന്തൽമണ്ണ സ്പെഷ്യൽ ബ്രാഞ്ച് SI ശ്രീ ബാലകൃഷ്ണൻ അവറുകൾ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പരിസ്ഥിതി പ്രവർത്തകരായ ബാലകൃഷ്ണൻ മാസ്റ്റർ, ഗിരിജ ടീച്ചർ എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. PTA അംഗങ്ങളും രക്ഷിതാക്കളും തൈകൾ നട്ടുപിടിപ്പിച്ചു. SSKയുടെ സ്റ്റാർസ് പദ്ധതി പ്രകാരം വിദ്യാലയത്തിന് അനുവദിച്ച പ്രീ പ്രൈമറി വർണ്ണക്കൂടാരത്തിൻ്റെ ഉദ്ഘാടനവും പദ്ധതി സമർപ്പണവും ജൂൺ 14 നടന്നു. താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സോഫിയ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം DDE ശ്രീ രമേഷ് കുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായി. താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൊയ്തുപ്പു പുലാക്കൽ, SSK ജില്ലാ കോർഡിനേറ്റർ ശ്രീ സുരേഷ് കൊളശ്ശേരി, BPC ശ്രീ സുനിൽ മാസ്റ്റർ, ബാലൻ മരുതമ്പാറ, ഷിജില ദിലീപ്, റിയാസ് മാടാമ്പാറ, ശ്രീ ഷറഫുദ്ദീൻ, ശ്രീ VP രാജൻ, ശ്രീ ഇസ്മായിൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാനാധ്യാപകൻ ശ്രീ വിനോദ് കുമാർ സ്വാഗതവും പ്രീ പ്രൈമറി ഇൻചാർജ് ശ്രുതി ടീച്ചർ നന്ദിയും പറഞ്ഞു. ജൂൺ 15 വിദ്യാലയത്തിൻ്റെ പ്രധാന അധ്യാപികയായി ശ്രീമതി സിന്ധു ടീച്ചർ ചുമതലയേറ്റു. ജൂൺ 19 മുതൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ വായനാ മാസാചരണം സംഘടിപ്പിച്ചു. ഇതിൻ്റെ ഭാഗമായി പോസ്റ്റർ നിർമ്മാണം, അക്ഷരപ്പൂക്കളം, ക്വിസ്, പുസ്തക പരിചയം, വായനാക്കുറിപ്പ് തയ്യാറാക്കൽ, സർഗവേദി, വായനശാല സന്ദർശനം, ക്ലാസ്സിൽ ഒരു വായനയിടം, അമ്മ വായന, കയ്യെഴുത്തു മത്സരം, വായനാ മത്സരം, വായനാ കാർഡ് നിർമ്മാണം തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചു. വായനാ മാസാചരണം പ്രധാനാധ്യാപിക ശ്രീമതി സിന്ധു ടീച്ചർ ഉദ്ഘാടനം ചെയ്തു.
വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ ശ്രീമതി ഷീന ടീച്ചർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇതിനോടനുബന്ധിച്ച് നടന്ന അമ്മ വായന എന്ന പരിപാടി ശ്രദ്ധേയമായി. വായന മാസാചരണത്തിൻ്റെ ഭാഗമായി 4ാം ക്ലാസ്സുകാർ അരക്കുപറമ്പ് ഗ്രാമീണ വായനാശാല സന്ദർശിച്ചു. വായനാശാല സെക്രട്ടറി പ്രവീൺ, ടി വിജയകുമാർ, OK രാജൻ, വാസു എന്നിവർ കുട്ടികളുമായി സംവദിച്ചു. പ്രധാനാധ്യാപിക സിന്ധു ടീച്ചർ, സ്റ്റാഫ് സെക്രട്ടറി രാജേഷ് മാഷ്, SRG കൺവീനർ ഗോവിന്ദൻ കുട്ടി മാഷ് എന്നിവർ നേതൃത്വം നൽകി. വായനാശാലയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് പുസ്തക വിതരണവും നടന്നു. ഇതോടനുബന്ധിച്ച് നടന്ന വായനാക്കുറിപ്പ് തയ്യാറാക്കൽ മത്സരത്തിൽ പാർത്ഥിഭൻ, ശ്രീനന്ദ, ഷൻസ ഫാത്തിമ എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. വിജയികൾക്ക് വായനാശാല സമ്മാനം വിതരണം ചെയ്തു. വിദ്യാലയത്തിൻ്റെ വകയായി വായനാശാലയിലേക്ക് പുസ്തകങ്ങൾ നൽകി. 2024-25 അധ്യയന വർഷത്തെ PTA ജനറൽ ബോഡി യോഗവും പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കലും ജൂൺ 21 നടന്നു. ഇതോടൊപ്പം SMC, മാതൃസമിതി തുടങ്ങിയ കമ്മിറ്റികളുടെ രൂപീകരണവും നടന്നു. PTA പ്രസിഡന്റായി ശ്രീ ഷറഫുദ്ദീനെയും വൈസ് പ്രസിഡന്റായി ശ്രീ ദീപക്, SMC ചെയർമാനായി ശ്രീ ഇസ്മായിൽ VP, മാതൃസമിതി പ്രസിഡന്റായി ശ്രീമതി സൗമ്യ എന്നിവർ. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം ബാലസാഹിത്യകാരിയും കരിങ്കല്ലത്താണി GLP സ്കൂൾ വിദ്യാർത്ഥിനിയുമായ കുമാരി ജസ അൻവർ നിർവഹിച്ചു. ജസയുമായി കുട്ടികൾ സംവദിച്ചത് വേറിട്ട അനുഭവമായി. ജസയുടെ ഡയറി കുറിപ്പുകൾ എന്ന പുസ്തകം വിദ്യാലയത്തിലേക്ക് സമർപ്പിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. ജൂലൈ 5 ബഷീർ ദിനാചരണത്തിൻ്റെ ഭാഗമായി വ്യത്യസ്തങ്ങളായ പരിപാടികൾ നടന്നു. കുട്ടികൾ ബഷീർ കഥാപാത്രങ്ങളായി റീൽസ് ഒരുക്കിയത് കൗതുകമുണർത്തി. ബഷീർ കഥകൾ കേൾക്കാനുള്ള അവസരം ഒരുക്കി. ബഷീർ അനുസ്മരണവും നടന്നു. ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായ സ്വാഗത സംഘം രൂപീകരണ യോഗം നടന്നു. സ്വാഗത സംഘം ചെയർമാനായി റിട്ടയേർഡ് RDO ശ്രീ ടി വിജയകുമാർ, കൺവീനറായി പ്രധാനാധ്യാപിക സിന്ധു ടീച്ചർ എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. 1 വർഷം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികൾ നടത്താൻ യോഗത്തിൽ തീരുമാനമായി. മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയതിൻ്റെ മനോഹര മുഹൂർത്തത്തിൻ്റെ ഓർമ്മയ്ക്കായുള്ള ചാന്ദ്രദിനത്തിൽ കുട്ടികൾക്കായി കൗതുകമുണർത്തുന്ന പരിപാടികൾ സംഘടിപ്പിച്ചു. അമ്പിളിക്ക് ഒരു കത്തെഴുതൽ, അമ്പിളി വിശേഷങ്ങൾ, ചുമർപത്രിക, വീഡിയോ പ്രദർശനം എന്നിവ ഉണ്ടായി. ജനാധിപത്യ രീതി കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതിനായി പൊതു തെരഞ്ഞെടുപ്പ് മാതൃകയിൽ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് നടത്തി. ടാബ് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് കൗതുകകരവും വാശിയേറിയതുമായ വോട്ടെടുപ്പിൽ സ്കൂൾ ലീഡറായി പാർത്ഥിബനും ഡെപ്യൂട്ടി ലീഡറായി രഞ്ജിഷും തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രധാനാധ്യാപിക സിന്ധു ടീച്ചർ മുമ്പാകെ തിരഞ്ഞെടുക്കപ്പെട്ടവർ സത്യപ്രതിജ്ഞ ചെയ്തു. ഇനിയൊരു യുദ്ധം വേണ്ട എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് നാഗസാക്കി ദിനത്തിൽ യുദ്ധവിരുദ്ധ പ്ലക്കാർഡുകൾ നിർമ്മിച്ചു. പ്രത്യേക അസംബ്ലി ചേർന്ന് യുദ്ധവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ഈ വർഷത്തെ നേട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ വായനാ മാസാചരണ റിപ്പോർട്ട് മത്സരത്തിൽ നമ്മുടെ വിദ്യാലയം 3ാം സ്ഥാനം നേടി. നാടിൻ്റെ 78ാം സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു. മാർച്ച് പാസ്റ്റോടുകൂടി പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. നാടിനെ നടുക്കിയ വയനാട് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് പ്രണാമം അർപ്പിച്ചു. പ്രധാനാധ്യാപിക സിന്ധു ടീച്ചർ പതാക ഉയർത്തി. തുടർന്ന് കുട്ടികളുടെ ദേശഭക്തി ഗാനാലാപനം, പ്രസംഗം, പായസ വിതരണം എന്നിവയും
ഉണ്ടായി. 4-ാം ക്ലാസ്സുകാരുടെ പൊതുപരീക്ഷയായ LSSന് ചിട്ടയായ പരിശീലനം നൽകുന്ന നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും 2023-24 അധ്യയന വർഷം സ്കോളർഷിപ്പ് നേടിയ മുഹമ്മദ് നിഹാസ്, അനാൻ മെഹമ്മൂദ് എന്നിവർക്ക് ഉപഹാരങ്ങൾ നൽകി. ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി പൊതുജനങ്ങളിൽ നിന്നും പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും ലോഗോ ക്ഷണിച്ചതിൽ പ്രകാരം പൂർവ്വ വിദ്യാർത്ഥിയായ പ്രവീൺ തയ്യാറാക്കിയ ലോഗോ തിരഞ്ഞെടുക്കപ്പെട്ടു. സ്വാഗത സംഘം ചെയർമാൻ TT വിജയകുമാർ ലോഗോ പ്രകാശനം ചെയ്തു. ഇതേ ചടങ്ങിൽ വെച്ച് സ്വാഗത സംഘം വനിതാ സബ് കമ്മിറ്റി രൂപീകരണവും നടത്തി. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ദേശീയ അധ്യാപക ദിനത്തിൽ വിദ്യാലയത്തിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച ശ്രീമതി കമലാക്ഷി ടീച്ചർ, ശ്രീ മൊയ്തുട്ടി മാസ്റ്റർ എന്നീ ഗുരുശ്രേഷ്ഠരെ വീട്ടിലെത്തി ആദരിച്ചു. പ്രത്യേക അസംബ്ലിയിൽ സിന്ധു ടീച്ചർ അധ്യാപക ദിന സന്ദേശം നൽകി. കുട്ടി ടീച്ചർ അധ്യാപകർക്ക് ആശംസാ കാർഡ് കൈമാറൽ എന്നീ പരിപാടികൾ നടന്നു. ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി നടന്ന പരിപാടികളിൽ എടുത്തു പറയേണ്ട ഒന്നാണ് കുട്ടികൾക്കായി നടന്ന മെഡിക്കൽ പരിശോധനാ ക്യാമ്പ്. പെരിന്തൽമണ്ണയിലെ പ്രശസ്ത ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ രാംദാസ് അവർകളുടെ നേതൃത്വത്തിൽ വിവിധ ഡോക്ടർമാർ സ്കൂളിലെത്തി കുട്ടികളെ പരിശോധിച്ചു. താഴേക്കോട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഷിജില ദിലീപ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഉച്ചഭക്ഷണത്തിനായി വിഷരഹിത പച്ചക്കറികൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂൾ PTA സഹകരണത്തോടുകൂടി പച്ചക്കറി കൃഷി നടത്തി. കൃഷിയിൽ നിന്നും ലഭിച്ച വിവിധ തരം പച്ചക്കറികൾ ഉച്ചഭക്ഷണത്തിലെ വിഭവങ്ങൾക്കായി ഉപയോഗപ്പെടുത്തി. ഉച്ചഭക്ഷണ പരിപോഷണ പദ്ധതിയായ സമൃദ്ധി ഈ വർഷം നടപ്പിലാക്കി. കുട്ടികളുടെ പിറന്നാൾ ദിനത്തിലോ മറ്റു വിശേഷ ദിവസങ്ങളിലോ പ്രത്യേക വിഭവങ്ങൾ ഇതിലൂടെ നൽകി. ഒന്നിച്ചോണം എന്ന പേരിൽ ഇക്കൊല്ലത്തെ ഓണാഘോഷ പരിപാടി ഗംഭീരമായി ആഘോഷിച്ചു. നാടിൻ്റെ കൂട്ടായ്മ വെളിവാക്കുന്ന ഒരു പരിപാടിയാക്കി മാറ്റാൻ ഒന്നിച്ചോണത്തിന് കഴിഞ്ഞു. കുട്ടികൾക്ക് രുചിയൂറുന്ന ഓണസദ്യയും ആവേശമുണർത്തുന്ന ഓണക്കളികളും ഒരുക്കി. നാട്ടുപൂക്കൾ കൊണ്ട് മനോഹരമാക്കിയ നമ്മുടെ പൂക്കളത്തിന് വിദ്യാരംഗത്തിൻ്റെ സബ് ജില്ലാതല പൂക്കള മത്സരത്തിൽ 1-ാം സ്ഥാനം ലഭിച്ചത് ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടതാണ്. തൂത ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ഉപജില്ലാ ശാസ്ത്രമേളയിൽ മികച്ച നേട്ടങ്ങളുമായാണ് നമ്മുടെ കുരുന്നു പ്രതിഭകൾ മടങ്ങിയത്. സബ് ജില്ലാതല സയൻസ് ക്വിസിൽ പാർത്ഥിബൻ 3-ാം സ്ഥാനവും, മുത്തുകൊണ്ടുള്ള ഉൽപ്പന്ന നിർമ്മാണത്തിൽ അനുഷിക 3-ാം സ്ഥാനവും, ത്രെഡ് പാറ്റേണിൽ പാർത്ഥിബൻ 3-ാം സ്ഥാനവും നേടി. പങ്കെടുത്ത എല്ലാ ഇനങ്ങളിലും മികച്ച ഗ്രേഡുകൾ നമ്മുടെ കുട്ടികൾ നേടി. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് വിദ്യാരംഗം കലാസാഹിത്യവേദി അധ്യാപകർക്കായി നടത്തിയ മത്സരത്തിൽ നമ്മുടെ അധ്യാപകർ പങ്കെടുക്കുകയും ഏകാഭിനയത്തിൽ 3-ാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ട് ശ്രുതി ടീച്ചർ സ്കൂളിൻ്റെ അഭിമാന താരമായി മാറുകയും ചെയ്തു. പുത്തൂർ GLP സ്കൂളിൽ വെച്ച് നടത്തിയ താഴേക്കോട് പഞ്ചായത്ത് കലാമേളയിൽ നമ്മുടെ കുഞ്ഞു കലാകാരന്മാർ എല്ലാ ഇനങ്ങളിലും പങ്കെടുക്കുകയും 8 ഇനങ്ങളിൽ സബ് ജില്ലയിലേക്ക് സെലക്ഷൻ നേടുകയും ചെയ്തു. പ്രീ പ്രൈമറി വിഭാഗത്തിൽ ഓവറോൾ 1-ാം സ്ഥാനവും LP വിഭാഗത്തിൽ ഓവറോൾ 2-ാം സ്ഥാനവും നേടി നമ്മുടെ വിദ്യാലയം വിജയക്കൊടി പാറിച്ചു. കായികമേളയുടെ എല്ലാ ചടങ്ങുകളോടും കൂടി സ്കൂൾ തല കായികമേള ഒളിമ്പിയ 2024 എന്ന പേരിൽ നടത്തി. മാർച്ച് പാസ്റ്റോടുകൂടി തുടങ്ങിയ കായികമേള PTA അംഗവും കായിക താരവുമായ ശ്രീ അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. 4 ഹൗസുകളായി തിരിച്ചു നടത്തിയ മത്സരത്തിൽ യെല്ലോ ഹൗസ് 1-ാം സ്ഥാനവും, ഗ്രീൻ ഹൗസ് 2-ാം സ്ഥാനവും, ബ്ലൂ ഹൗസ് 3-ാം സ്ഥാനവും നേടി. വിജയികൾക്ക് മെഡലുകൾ വിതരണം ചെയ്തു. ഇതോടൊപ്പം പ്രീ പ്രൈമറി വിഭാഗക്കാരുടെ കായികമേളയും നടന്നു. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഓർമ്മകളുടെ കളിമുറ്റത്തേക്ക് എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. 300-ലധികം പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മുതിർന്നവരുടെ അനുഭവ വിവരണം പഴയകാല ഓർമ്മകളിലേക്ക് എല്ലാവരെയും കൊണ്ടെത്തിച്ചു. വാർഡ് മെമ്പർ ബാലൻ മരുതമ്പാറയുടെ അധ്യക്ഷതയിൽ
താഴേക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സോഫിയ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സിനി ആർട്ടിസ്റ്റ് വിഷ്ണു അലനല്ലൂർ മുഖ്യാതിഥിയായി. വിദ്യാരംഗം പ്രവർത്തനങ്ങളിൽ മികച്ച സാന്നിധ്യമായി മാറിയ വിദ്യാലയത്തിന് ഇത്തവണ സബ് ജില്ലാ സർഗോത്സവത്തിലും തിളങ്ങാൻ കഴിഞ്ഞു. എരവിമംഗലം UP സ്കൂളിൽ വെച്ച് നടന്ന സർഗോത്സവത്തിൽ അഭിനയം, ചിത്രരചന, സാഹിത്യം വിഭാഗങ്ങളിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുകയും അഭിനയത്തിൽ ഷിഫ ഫാത്തിമ 1ാം സ്ഥാനം നേടുകയും ചെയ്തു. ഈ ചടങ്ങിൽ വെച്ച് വിദ്യാരംഗം വായനമാസാചരണ റിപ്പോർട്ട്, പൂക്കള മത്സരം എന്നിവയിലുള്ള മികവിന് പുരസ്കാരങ്ങൾ, സ്വാഭിമാനം നാം ഏറ്റുവാങ്ങി. GHSS കുന്നക്കാവിൽ വെച്ച് 3 ദിവസങ്ങളിലായി നടന്ന ഉപജില്ലാ കലാമേളയിൽ 8 ഇനങ്ങളിൽ പങ്കെടുക്കാൻ നമ്മുടെ കുഞ്ഞു കലാകാരന്മാർക്ക് കഴിഞ്ഞു. പങ്കെടുത്ത 3 ഇനങ്ങളിലും 1ാം സ്ഥാനവും A ഗ്രേഡും നേടി പാർത്ഥിപൻ നമ്മുടെ വിദ്യാലയത്തിനും നാടിനും അഭിമാനമായി മാറി. അഭിനയഗാനത്തിന് അമയയ്ക്ക് 2ാം സ്ഥാനവും ലഭിച്ചു. ഈ വർഷത്തെ ശിശുദിനം വളരെ വിപുലമായി തന്നെ ആഘോഷിക്കുകയുണ്ടായി. ശിശുദിനത്തോടനുബന്ധിച്ച് നടന്ന പ്രത്യേക ബാലസഭ സ്കൂളിലെ കലാപ്രതിഭ പാർത്ഥിപൻ ഉദ്ഘാടനം ചെയ്തത് വേറിട്ട അനുഭവമായി. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. ആശംസാ കാർഡ് നിർമ്മാണം, വീഡിയോ പ്രദർശനം, ക്വിസ്, മധുര വിതരണം എന്നിവയും ഉണ്ടായി. ലൈബ്രറി കൗൺസിൽ നടത്തിയ താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് തല വായനാ മത്സരത്തിൽ അൻവിക KR 3ാം സ്ഥാനം നേടുകയും താലൂക്ക് തല മത്സരത്തിലേക്ക് യോഗ്യത നേടുകയും ചെയ്തു. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സർവീസിൽ നിന്നും വിരമിച്ച മുൻ അധ്യാപകരെയും 75 വയസ്സ് പൂർത്തിയായ പൂർവ്വ വിദ്യാർത്ഥികളെയും ആദരിക്കുന്ന പരിപാടി സമാദരം അരക്കുപറമ്പ് എന്ന പേരിൽ സംഘടിപ്പിച്ചു. ഓർമ്മകളും അനുഭവങ്ങളും സമ്മാനിച്ച പരിപാടി ശ്രീമതി സോഫിയ ടീച്ചറുടെ അധ്യക്ഷതയിൽ പെരിന്തൽമണ്ണ MLA ശ്രീ നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൊയ്തുപ്പു പിലാക്കൽ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിജില ദിലീപ്, വാർഡ് മെമ്പർമാർ ബാലൻ മരുതമ്പാറ, റിയാസ് മാടാമ്പാറ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. അമ്മിനിക്കാട് UP സ്കൂളിൽ വെച്ച് നടന്ന താഴേക്കോട് പഞ്ചായത്ത് തല കായികമേളയിൽ എല്ലാ ഇനങ്ങളിലും പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് ഈ വർഷവും വിജയക്കുതിപ്പ് തുടർന്നു. LP വിഭാഗത്തിൽ ഓവറോൾ 2ാം സ്ഥാനവും അഗ്രിഗേറ്റ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി നമ്മുടെ വിദ്യാലയം കായികമേളയിലെ ആധിപത്യം നിലനിർത്തി. LP കിഡീസ് ഗേൾസ് വിഭാഗത്തിൽ വ്യക്തിഗത ചാമ്പ്യനായി ഷൻസ ഫാത്തിമയും LP മിനി ഗേൾസ് വിഭാഗത്തിൽ വ്യക്തിഗത ചാമ്പ്യനായി ഫാത്തിമ ഹനയും തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ വിദ്യാലയത്തിനും നാടിനും ചരിത്ര നേട്ടമായി. ഈ മിന്നും കായിക താരങ്ങളെ അനുമോദിക്കുന്നതിനായി സ്കൂൾ പരിധിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നാട്ടുകാർ വൻ സ്വീകരണം ഒരുക്കി. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി പൊതുജന സേവനം ലക്ഷ്യമിട്ട് വട്ടമ്പലം ഹോസ്പിറ്റലിൻ്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്വാഗത സംഘം ചെയർമാൻ TT വിജയകുമാറിൻ്റെ അധ്യക്ഷതയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ ഷിജില ദിലീപ് ഉദ്ഘാടനം ചെയ്തു. വിദഗ്ധരായ വിവിധ വിഭാഗത്തിൽപ്പെട്ട ഡോക്ടർമാരുടെ സേവനം 150ഓളം ആളുകൾ പ്രയോജനപ്പെടുത്തി. സൗജന്യ BP, ഷുഗർ, PFT പരിശോധനകളും ഇതിലുണ്ടായിരുന്നു. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് ഏറെ ആശങ്കയുണർത്തുന്ന കുട്ടികളുടെ കണ്ണിൻ്റെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനായി വിദ്യാലയത്തിൽ കുട്ടികൾക്കായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി. തുടർ പരിശോധന ആവശ്യമുള്ളവരെ കണ്ടെത്തുകയും അവർക്ക് താഴേക്കോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും മഞ്ചേരി മെഡിക്കൽ കോളേജിലും സൗകര്യം നൽകുകയും ചെയ്തു. കൊതിയൂറും പലഹാരങ്ങളുടെ രുചിമേളം ഒരുക്കി അപ്പങ്ങളെമ്പാടും എന്ന പലഹാരമേള 1ാം ക്ലാസ്സിലെ പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കി. രക്ഷിതാക്കളുടെ സമ്പൂർണ്ണ സഹകരണം ഈ മേളയിലെ പലഹാര വൈവിധ്യത്തിൽ
പ്രകടമായി. കായികമേളയിൽ 5 കുട്ടികളുമായി ചെന്ന് വിജയത്തേരോട്ടം നടത്താൻ ഇത്തവണ നമുക്ക് കഴിഞ്ഞു. തുടർച്ചയായി 3ാം തവണയും ഓവറോൾ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ നമ്മുടെ വിദ്യാലയം ഈ 3 വർഷവും സർക്കാർ LP സ്കൂളുകളിൽ ഒന്നാമതെത്തുന്ന ആദ്യ വിദ്യാലയമാണ്. കൂടാതെ LP മിനി ഗേൾസ് വിഭാഗത്തിൽ ഹന ഫാത്തിമ ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കി ഇരട്ടി മധുരം സമ്മാനിച്ചു. മിനി ഗേൾസ് റിലേ ഇനത്തിൽ തുടർച്ചയായി 3ാം വട്ടവും നമ്മുടെ പ്രതിഭകൾ ചാമ്പ്യന്മാരായി. പങ്കെടുത്ത 3 ഇനത്തിൽ 2ലും സ്ഥാനം നേടിയ ഷൻസ ഫാത്തിമയുടെ നേട്ടവും എടുത്തു പറയേണ്ടതാണ്. ഉപജില്ലാ കായികമേളയിൽ ചരിത്ര നേട്ടം കൈവരിച്ച പ്രതിഭകളെ കരിങ്കാളികാവ് അമിഗോസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വിദ്യാലയത്തിലെത്തി അനുമോദിച്ചു. സ്വാഗത സംഘം വൈസ് ചെയർമാൻ OK രാജൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് ഭാരവാഹികൾ പരിപാടിയിൽ പങ്കെടുത്തു. വിദ്യാലയത്തിൻ്റെ വക ഉപഹാരങ്ങളും നൽകി. പഠനത്തോടൊപ്പം ഉല്ലാസവും ഉറപ്പാക്കി ഇത്തവണത്തെ 3-4 ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ പഠനയാത്ര 40 കുട്ടികളുമായി മലമ്പുഴ ഡാം, ഗാർഡൻ, ഫാൻറ്റസി പാർക്ക് എന്നിവിടങ്ങളിലേക്ക് സംഘടിപ്പിച്ചു. ചെറുധാന്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കുട്ടികളിൽ അവബോധമുണ്ടാക്കാൻ മില്ലറ്റ് ദിനാചരണത്തിൻ്റെ ഭാഗമായി ചെറുധാന്യങ്ങളുടെയും അവ ഉപയോഗിച്ചുള്ള വിഭവങ്ങളുടെയും പ്രദർശനം നടത്തി. തുടർന്ന് വീഡിയോ പ്രദർശനവും നടത്തി. അറബി ഭാഷ ദിനാചരണത്തിൻ്റെ ഭാഗമായി പോസ്റ്റർ രചന, ക്വിസ് തുടങ്ങിയ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. സംസ്ഥാനതല ഓൺലൈൻ ക്വിസിൽ മുഹമ്മദ് ബഷീർ A ഗ്രേഡ് നേടി. ആഘോഷങ്ങളെന്നും ആനന്ദകരമാക്കുന്ന നമ്മുടെ സ്കൂളിലെ ക്രിസ്തുമസ് ആഘോഷവും വർണ്ണാഭമായി. കണ്ണിന് ആനന്ദകരമായ പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഒരുക്കി കരോളിൻ്റെ അകമ്പടിയിൽ ക്രിസ്മസ് അപ്പൂപ്പനും കുട്ടികളും ആടിത്തിമിർത്തു. കേക്കു വിതരണം, മറ്റ് കലാപരിപാടികൾ എന്നിവയും ഉണ്ടായി. നവകേരളം പദ്ധതിയുടെ ഭാഗമായി വിദ്യാലയം ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ശുചീകരണം നടത്തി. നമ്മുടെ വാർഡിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ വിദ്യാലയത്തിൽ വെച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു. താഴേക്കോട് പഞ്ചായത്തിൽ നടന്ന കുട്ടികളുടെ ഹരിതസഭയിൽ വിദ്യാലയത്തിൽ നിന്ന് 10 കുട്ടികൾ പങ്കെടുത്തു ഹരിതസഭ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മാലിന്യമുക്ത വിദ്യാലയ പ്രഖ്യാപനം വാർഡ് മെമ്പർ ശ്രീ ബാലൻ മരുതമ്പാറ നിർവഹിച്ചു. ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി രക്ഷിതാക്കൾക്ക് സ്മാർട്ട് പാരന്റിംഗ് എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസും കൗൺസിലിംഗ് സെഷനും നടത്തി. വിദ്യാലയവും ICDSഉം സംയുക്തമായി നടത്തിയ ഈ പരിപാടി ഹെഡ് മിസ്റ്റേഴ്സ് സിന്ധു ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർമാരായ നിഷ്ന, നിഷ തുടങ്ങിയവർ രക്ഷിതാക്കൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി. പരിപാടി വളരെയധികം പ്രയോജനകരമായി എന്നും ഇത്തരത്തിലുള്ള പരിപാടികൾ രക്ഷിതാക്കൾക്ക് ഏറെ ഗുണകരമാണെന്നും റിവ്യൂ സെഷനിൽ രക്ഷിതാക്കൾ അഭിപ്രായപ്പെട്ടു. വിദ്യാലയ പരിധിയിലെ പുന്നമണ്ണ, മാടാമ്പാറ, മാന്തോണിക്കുന്ന് അങ്കണവാടികളിലെ കുട്ടികളെയും നമ്മുടെ പ്രീ പ്രൈമറി കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് തുമ്പിക്കൂട്ടം എന്ന പേരിൽ അങ്കണവാടി പ്രീ പ്രൈമറി കലാമേള നടത്തി. കൊഞ്ചലും കുരുന്നുകാലച്ചകളുമായി വർണ്ണത്തുമ്പികൾ നമ്മുടെ തിരുമുറ്റത്ത് പാറി നടന്നു. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ഉപഹാരങ്ങൾ നൽകി.
രാജ്യത്തിൻ്റെ 76ാം റിപ്പബ്ലിക് ദിനം സമുചിതമായി ആഘോഷിച്ചു. പ്രധാനാധ്യാപിക സിന്ധു ടീച്ചർ പതാക ഉയർത്തി. മധുര വിതരണവും ഉണ്ടായി. മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ ഈ വർഷവും താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിദ്യാലയത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിനുവേണ്ടി പ്രയത്നിച്ച ഭരണസമിതിക്കും വാർഡ് മെമ്പർമാർക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, 100ൻ്റെ നിറവിൽ നിൽക്കുന്ന നമ്മുടെ വിദ്യാലയം ഇക്കഴിഞ്ഞ അധ്യയന വർഷം നടത്തിയ വിവിധങ്ങളായ പ്രവർത്തനങ്ങളുടെ രത്നചുരുക്കമാണിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ വിദ്യാലയം ഈ വർഷം ഒട്ടനവധി നേട്ടങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. ഈ നേട്ടങ്ങളെല്ലാം നിങ്ങൾക്ക് മുന്നിൽ, ഈ നാടിനു മുന്നിൽ വിനയപുരസ്സരം ഞങ്ങൾ സമർപ്പിക്കുന്നു. കൂട്ടായ പരിശ്രമം ഒന്നുകൊണ്ട് മാത്രമാണ് വിദ്യാലയത്തിന് ഈ നേട്ടങ്ങൾ ഉണ്ടായത്. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും PTA, MPTA, SMC, ശതാബ്ദി ആഘോഷ സ്വാഗത സംഘം കമ്മിറ്റികളുടെയും നിസ്സീമമായ പ്രവർത്തനത്തിനൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് ഭരണസമിതി, MLA, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, യുവജന സംഘടനകൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, വായനശാലകൾ, ക്ലബ്ബുകൾ, അരക്കുപറമ്പ് സർവീസ് സഹകരണ ബാങ്ക്, വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങി എല്ലാവർക്കും ഈ ധന്യമുഹൂർത്തത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്നും നിങ്ങളേവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു.